രജനീകാന്ത് നായകനാകുന്ന കബാലി എന്ന തമിഴ് ചിത്രം മോഹൻലാൽ റെക്കോർഡ് തുകയ്ക്ക് കേരളത്തിലെ റിലീസിനായി വാങ്ങിയതാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൊന്ന്. 8.5 കോടി രൂപയ്ക്കാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് കബാലിയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയത്. എന്നാൽ വമ്പൻ തുകയ്ക്ക് മോഹൻലാൽ സ്വന്തമാക്കുന്ന ആദ്യത്തെ തമിഴ് ചിത്രമല്ല കബാലി. നേരത്തെ മമ്മൂട്ടി നായകനായി എത്തിയ ഒരു ചിത്രവും മോഹൻലാൽ ഇതുപോലെ അന്നത്തെ വമ്പൻ തുകയ്ക്ക് കേരളത്തിലെ വിതരണത്തിന് എടുത്തിരുന്നു. 2000-ൽ പുറത്തിറങ്ങിയ മണിരത്നം ചിത്രമായ കണ്ടുകൊണ്ടേൻ ആയിരുന്നു ആ ചിത്രം. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ മേജർ ബാല. മമ്മൂട്ടിയെ കൂടാതെ ഐശ്വര്യ റായ്, അജിത്, തബു, അബ്ബാസ് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളായി എത്തിയത്. അന്നത്തെ റെക്കോർഡ് തുകയ്ക്കാണ് മോഹൻലാലിന്റെ പ്രണവം ഇന്റർനാഷണൽസ് കണ്ടുകൊണ്ടേൻ എന്ന ചിത്രം വിതരണത്തിനെടുത്തിരുന്നത്. അന്ന് തുടങ്ങിയതാണ് നിർമ്മാതാവ് കലൈപ്പുലി താണുവുമായുള്ള മോഹൻലാലിന്റെ ബന്ധം. കബാലി നിർമ്മിക്കുന്നതും കലൈപ്പുലി താണുവാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.